ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിനു മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹീതരായ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ 2-ാമത്തെ അധ്യായമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മളുടെ പഠന വിഷയം. ദൈവപുത്രനിലൂടെ മനുഷ്യർക്ക് നൽകിയതായ വലിയ രക്ഷ അലക്ഷ്യമാക്കരുതെന്നും ആ രക്ഷയെ അവഗണിക്കരുതെന്നും ഉദാസീനതയോടെ ജീവിക്കരുതെന്നും ആ രക്ഷയെ ഗണ്യമാക്കിക്കൊണ്ട് ആ രക്ഷാകരമായ പദ്ധതിയിൽ പങ്കാളികളാകുവാൻ തക്കവണ്ണം, രക്ഷയുടെ അനുഭവത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിച്ചു. ഇത്ര വലിയ രക്ഷയാണ് ദൈവം നമുക്ക് നൽകിയത്. എന്താണെന്ന് ചോദിച്ചാൽ ആ രക്ഷയുടെ പ്രത്യേകത മനുഷ്യരായ നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു. ആദിയിൽ ദൈവം തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ സ്വരൂപത്തിലും മനുഷ്യരെ സൃഷ്ടിച്ചു. ആ സ്വരൂപത്തിലേക്കും സാദൃശ്യത്തിലേക്കും മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവം തന്നെ ജഡം ധരിച്ച് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മോടൊപ്പം പാപമൊഴികെ എല്ലാ ഭാവങ്ങളിലും താതാത്മ്യപ്പെട്ട് നമ്മോടൊപ്പം പാർത്തു. അവൻ നമുക്ക് വേണ്ടി സ്വയം താഴ്ത്തി കാൽവറിയിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തതിലൂടെ മനുഷ്യനെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാൻ തക്കവണ്ണം അവൻ പിശാചിനെ തോൽപ്പിച്ച് പാപമരണത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത് ആ ദൈവം നൽകിയതായ തേജസ്സും ബഹുമാനവും ആദി മാതാപിതാക്കൾക്ക് നൽകിയതായ ദൈവത്തിൻ്റെ അതേ തേജസ്സും ബഹുമാനവും മനുഷ്യ മക്കളെ അണിയിച്ചുകൊണ്ട് ദൈവികമായ അനുഗ്രഹത്തിൻ്റെ പദവിയിലേക്ക്, ദൈവത്തിൻ്റെ മക്കളെന്ന പദവിയിലേക്ക്, പുത്രൻ തമ്പുരാൻ്റെ സഹോദരങ്ങൾ എന്നുള്ള പദവിയിലേക്ക് ഈ വലിയ രക്ഷ നമ്മെ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ആ രക്ഷയെ അവഗണിച്ച് കളയരുത്. ആ രക്ഷാപദ്ധതിയെ അലക്ഷ്യമാക്കരുത്. ആ രക്ഷാപദ്ധതിയെ ഉദാസീനതയോടെ കാണരുത് എന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയും ആ രക്ഷാപദ്ധതിയിലേക്ക് വളരുവാൻ തക്കവണ്ണം ആത്മീക വർധനവുള്ളവരായി നിലനിൽക്കുവാനും ഉയരുവാനും തക്കവണ്ണം ഈ 2-ാം അധ്യായത്തിലൂടെ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിച്ചു. ഇന്നത്തെ വേദപഠനം എബ്രായ ലേഖനം 3-ാം അധ്യായമാണ്. ദൈവമേ, ആ വേദവചനത്തിൻ്റെ പൊരുളുകളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് നിൻ്റെ ആത്മാവിനാൽ വിജ്ഞാനപ്രദമാക്കണമേ, പ്രകാശിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ദൈവസ്ഥ നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇത്ര വലിയ രക്ഷ നീ ഞങ്ങൾക്ക് നൽകി. ആ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാൻ തക്കവണ്ണം ആത്മാവിൽ ഉണർവും എരിവുമുള്ളവരായി നിലനിൽക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. നിൻ്റെ വചനത്തിൻ്റെ ആത്മാവിൽ എപ്പോഴും നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവവചനത്തെ അവഗണിച്ച് കളയുവാൻ, ദൈവത്തിൻ്റെ വചനത്തെ ഉദാസീനതയോടെ സമീപിക്കുവാൻ ഞങ്ങൾക്കിടയാകരുതേ. ദൈവികമായ സന്തോഷത്തെ അലക്ഷ്യമാക്കി കളയുന്നവരായി തീരരുതേ. പിന്നെയോ പൂർണ്ണമായ വിശ്വാസത്തോടും സ്ഥിരതയോടും ആത്മീകമായ ഉണർവോടും വർധനവോടും കൂടെ നിൻ്റെ സന്നിധി, നിൻ്റെ വചനം പഠിക്കുവാനും ഗ്രഹിക്കുവാനും അതിൻ പ്രകാരം ജീവിക്കുവാനും ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങളെ നാളെ നിനക്ക് നിൻ്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമീൻ. കർത്താവിൽ പ്രിയരെ, 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ വ്യക്തമായി കാണുന്നത് മശിഹ തമ്പുരാൻ, പുത്രൻ തമ്പുരാൻ മാലാഖമാരേക്കാൾ മാത്രമല്ല, ഇവിടെ ഇസ്രായേൽ മക്കളുടെ വലിയ പ്രവാചകനായ ദൈവത്തിൻ്റെ അത്യുന്നത പ്രവാചകനായ മോശയേക്കാൾ വലിയവനാണ് പുത്രൻ തമ്പുരാൻ, മശിഹ തമ്പുരാൻ എന്ന് തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മഹാപുരോഹിതനായ ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതലായി ആഴമായി നമ്മൾ ചിന്തിക്കുവാനും പഠിക്കുവാനും തുടങ്ങുമ്പോൾ അവിടെ അതിനുപോദ്ബലകമായി നമുക്ക് നൽകുന്നതായ ഒരു വേദചിന്തയാണ് ഇസ്രായേലിൻ്റെ
ഏറ്റവും അതുല്യമായ സ്ഥാനം വഹിച്ചിരുന്ന മോശയേക്കാൾ വലിയവനാണ് മശിഹ തമ്പുരാൻ, മികച്ചവനാണ്. ഉടമ്പടിയുടെ പ്രവാചകനായിരുന്നു മോശയെങ്കിൽ ആ മോശയേക്കാൾ വലിയവനാണ് പുത്രൻ തമ്പുരാൻ എന്ന് ഈ തിരുവചനത്തിലൂടെ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഈ വേദഭാഗം ആരംഭിക്കുന്നത് പ്രത്യേകമായിട്ട് നാം ഒന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് 1 മുതലുള്ള വാക്യം: അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിക്കുവീൻ. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചവനോട് വിശ്വസ്തനായിരുന്നു. അപ്പോൾ മോശയെയും യേശുവിനെയും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് ഈ എബ്രായ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ഒന്നാമതായിട്ട് പൗലോസ്ലീഹ നമ്മെ വിളിക്കുന്നത് അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സഹോദരന്മാരെ എന്ന് മാത്രമല്ല, അതിന് തൊട്ടു മുന്നിലായി ചേർത്തിരിക്കുന്ന വാക്ക് വിശുദ്ധ സഹോദരന്മാരെ എന്നാണ്. ക്രിസ്തുവിൽ സമർപ്പിതരായിരിക്കുന്ന എല്ലാ വിശ്വാസികളും വിശുദ്ധരാണ്. ക്രിസ്തു വിശുദ്ധനാണ്, അതിപരിശുദ്ധനാണ്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു എന്ന് നമ്മൾ ദൈവത്തെ പ്രകീർത്തിച്ച് സ്തുതിക്കുമ്പോൾ അവൻ അതിപരിശുദ്ധനാണ്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ എത്രയോ അശുദ്ധരാണ് കർത്താവേ. ഈ അശുദ്ധിയിൽ നിന്നുകൊണ്ടാണ് ആ വിശുദ്ധനായ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നത്. ബലവാനേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുമ്പോൾ ഏത് നിമിഷവും ഒരു കാറ്റടിച്ചാൽ വീണുപോകുന്ന ശരീരത്തിൽ വസിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ ദൈവം ബലവാനാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവനും തൻ്റെ ഒരു വിരലിൽ നിയന്ത്രിക്കുന്നവനായ ദൈവം തമ്പുരാൻ. എന്നാൽ ചെറിയ ഒരു ശീതക്കാറ്റടിക്കുമ്പോൾ, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു സൂക്ഷ്മാണു, രോഗാണു നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഒരു കൊറോണ വൈറസ് ശരീരത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾ വീണു പോകുന്നവനാണ്. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമാണ്. ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുമ്പോൾ ഏത് മനുഷ്യനും ഏത് നിമിഷവും മരിച്ചു പോകാവുന്ന ഒരു ശരീരത്തിലാണ് നമ്മൾ വസിക്കുന്നത്. അതുകൊണ്ടാണ് മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. വീണ്ടും പറയുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശീഹ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. അപ്പോൾ ക്രിസ്തുവിലേക്ക് ക്ഷണിക്കപ്പെട്ടവർ, ക്രിസ്തുവിൻ്റെ രക്ഷയിലേക്ക് ക്ഷണിക്കപ്പെട്ടവർ, ക്രിസ്തു വിശ്വാസത്തിലേക്ക് ആനയിക്കപ്പെട്ടവർ, അതിലേക്ക് കടന്നു വന്നവർ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ, ക്രിസ്തീയ വിശ്വാസത്തിൽ സമർപ്പിതരായവർ, അവരാണ് വിശുദ്ധന്മാർ. ദൈവത്തിൻ്റെ വിളിക്ക് ഓഹരിക്കാരായവരാണവർ. അതുകൊണ്ടാണ് അവർ വിശുദ്ധ സഹോദരന്മാരെ എന്നാണ് പൗലോസ്ലീഹ ഇവിടെ പറയുന്നത്. വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരെ. നാം ഓരോരുത്തരും വിശുദ്ധ സഹോദരനാണ്. ഞാൻ മാത്രമല്ല കേട്ടോ. ദൈവവിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന സമൂഹമെന്ന് പറയുന്നത് വിശുദ്ധ സമൂഹമാണ്. ദൈവത്തെ ആരാധിക്കുവാൻ ആലയത്തിൽ ഒത്തുകൂടുന്നവർ വിശുദ്ധ സഹോദരങ്ങളാണ്. ക്രിസ്തുവിലെ വിശ്വാസത്തിലേക്ക് കടന്ന ഏത് സഭാവിഭാഗമായിക്കൊള്ളട്ടെ, ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിലേക്ക് അടുത്തു വരുന്നവർ വിശുദ്ധരാണ്, വിശുദ്ധ സംഘമാണ്, വിശുദ്ധ സഹോദരന്മാരാണ്. മാത്രമല്ല അവർ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ്. അവിടെ പറയുന്നതാണ് സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ. ഈ സ്വർഗീയ വിളി അല്ലെങ്കിൽ ദൈവവിളി, ദൈവവിശ്വാസത്തിലേക്ക്, ദൈവ ശുശ്രൂഷയിലേക്ക് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. അതാണ് സ്വർഗീയ വിളി, ദൈവവിളി. ഒരു മനുഷ്യൻ ക്രിസ്തുവിലേക്ക് ആനയിക്കപ്പെടുന്നത്, ക്രിസ്തുവിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത് ആ ദൈവികമായ ഒരു വിളി കൊണ്ടാണ്. ഞാനൊരു പക്ഷേ ഇന്ന് ഒരു വൈദികനായി ശുശ്രൂഷ അനുഷ്ഠിക്കുന്നത് ആ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരനായതുകൊണ്ടാണ്.
ദൈവത്തിൻ്റെ വിളിക്ക് ഓഹരിക്കാരനായതുകൊണ്ടാണ്. ഇന്ന് ഈ തിരുവചനം ശ്രവിക്കുന്നവർ പൗലോസ്ലീഹ എബ്രായർക്കെഴുതിയ ലേഖനത്തിൻ്റെ പഠനത്തിലേക്ക് വിവിധ രാജ്യങ്ങളിലിരുന്ന്, ദേശങ്ങളിലിരുന്ന്, ഭവനങ്ങളിലിരുന്ന് അല്പസമയം ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും സ്വർഗീയ വിളിക്ക് അല്ലെങ്കിൽ ദൈവ വിളിക്ക് ഉത്തരമായി കടന്നു വന്നവരാണ്. ദൈവ വിളിക്ക് യോഗ്യരായി വന്നിരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് തിരുവചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നത്, വിശുദ്ധ സഹോദരന്മാരെ, ദൈവ വിളിക്ക്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായിട്ടുള്ളവരെ. യേശുതമ്പുരാൻ പറയുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്നെയല്ല തിരഞ്ഞെടുത്തത് കേട്ടോ, ഞാൻ നിങ്ങളെയാണ് തിരഞ്ഞെടുത്തത്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ യേശുതമ്പുരാൻ ദൈവവിളിയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്, നിങ്ങൾ എന്നെയല്ല തിരഞ്ഞെടുത്തത്, ഞാൻ നിങ്ങളെയാണ് തിരഞ്ഞെടുത്തത്. ദൈവമാണ് നമ്മെ വിളിച്ചത്. യേശുതമ്പുരാൻ്റെ ശിഷ്യന്മാരെ ഓരോരുത്തരായി യേശുതമ്പുരാൻ വിളിച്ചതാണ്. നമ്മെ ഓരോരുത്തരെയും ആ ക്രിസ്തീയമായ സമർപ്പണത്തിലേക്ക് ദൈവം തമ്പുരാൻ, ക്രിസ്തു തമ്പുരാൻ, പുത്രൻ തമ്പുരാൻ നമ്മെ വിളിച്ച് വേർതിരിച്ചതാണ്. വളരെ വ്യക്തമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ 1-ാമത്തെ സങ്കീർത്തനത്തിൽ അവിടെ പറയുന്നുണ്ട്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, ആറ്റരികിൽ ഒരുപാട് വൃക്ഷങ്ങളും തൈകളുമൊക്കെ ഉണ്ട്. ഒരുപക്ഷെ പലതും വെള്ളപ്പൊക്കത്തിൽ ഇങ്ങനെ ഒലിച്ചു വന്ന് അല്ലെങ്കിൽ വിത്തുകൾ വീണ് ഒഴുകി വന്ന് കിളിക്കുന്ന ധാരാളമായ ചെടികളും വൃക്ഷങ്ങളുമൊക്കെ ഉണ്ട്. പക്ഷേ നീ അങ്ങനല്ല കേട്ടോ. നീ അങ്ങനെ വെള്ളപ്പൊക്കത്തിലോ വെള്ളത്തിലോ കാറ്റിലോ ഒഴുകി വന്ന് അവിടെ കിടന്ന് കിളിച്ചതല്ല. എന്നാൽ നിന്നെപ്പറ്റി ദൈവം തമ്പുരാൻ പറയുന്നത്, അവൻ ആറ്റിരിക്കത്ത് നട്ടിരിക്കുന്ന, നിന്നെ നട്ടുപിടിപ്പിച്ചതാണ്. നീ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരനാണ്. നീ എങ്ങനെയെങ്കിലും വീണ് കിളിച്ചതല്ല. നീ ആറ്റരികത്ത് പിതാവിനാൽ നട്ടുപിടിപ്പിക്കപ്പെട്ടവനാണ്. അവനിലാണ് തക്കകാലത്ത് ഫലം കായ്ക്കുന്നത്. അവൻ്റെ ഇലകൾ വാടിപ്പോകയില്ല. കാരണം അവൻ സ്വർഗീയമായ വിളിക്ക് ഓഹരിക്കാരനാണ്. അവൻ വിശുദ്ധ സഹോദരനാണ്. അതുകൊണ്ട് പരിശുദ്ധ മാമോദീസായിലൂടെ, അനുഭവത്തിലൂടെ ക്രിസ്തുവിൽ നമ്മെ മെനഞ്ഞ്, ക്രിസ്തുവിൽ നമ്മെ രൂപപ്പെടുത്തി, ക്രിസ്തുവിൻ്റേതായ ഭാവം നമ്മെ ധരിപ്പിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ വസ്ത്രം നമ്മെ ധരിപ്പിച്ച്, എന്നെയും നിങ്ങളെയും ദൈവ വിളിയിലേക്ക്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി മുൻ നിയമിച്ചിരിക്കുന്നതാകുന്നു എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, ആ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി ജീവിക്കണം. ആ വിളിക്ക് അനുസരണമായി ജീവിക്കണം. ക്രിസ്തുവിൻ്റെ വിളിക്ക് അനുസരണമായി ജീവിക്കണം. എങ്ങനെയെങ്കിലും ജീവിക്കുവാൻ വേണ്ടിയല്ല. ഒരു ആത്മീയ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവികമായ ഒരു പാത നമുക്ക് വേർതിരിച്ച് തന്നിട്ടുണ്ട്. ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു, മശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. സാത്താൻ്റെ വഴിയെ തള്ളിക്കളഞ്ഞിട്ട്, സാത്താൻ്റെ പ്രലോഭനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട്, സാത്താൻ്റെ സ്വാധീനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ ഞാൻ അവനെ പിൻപറ്റുന്നു. ആടുകൾ ആ നല്ല ഇടയൻ്റെ ശബ്ദം കേട്ട് ആ ഇടയനെ അനുഗമിക്കുന്നു. ഞാൻ അവനെ പിൻപറ്റുന്നവനാണ്. അപ്പോൾ ആ ദൈവികമായ വിളി അലക്ഷ്യമാക്കാതെ, ഉദാസീനപ്പെടാതെ, അലസതയോടുകൂടി പോകുവാനുള്ളതല്ല. ആ ദൈവ വിളിക്ക് അനുയോജ്യരായി നമ്മളുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ തക്കവണ്ണം കഴിയണം. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ നോക്കുവീൻ. അവിടെ നമുക്ക് സംശയം ഉണ്ടാകാം. പൗലോസ്ലീഹ പറയുന്നത്, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ നോക്കുവീൻ. ആരാ അപ്പോസ്തോലൻ? അയക്കപ്പെട്ടവനാണ്. നമ്മൾ കർത്താവിൻ്റെ 12 സ്ലീഹന്മാർ അല്ലെങ്കിൽ കർത്താവ് അയച്ചവരാണ് അപ്പോസ്തോലന്മാർ എന്ന് വിശ്വസിക്കുന്നു എങ്കിൽ, അതുമാത്രമല്ല, പൗലോസ്ലീഹ ഇവിടെ പറയുന്നത് മശിഹ തമ്പുരാൻ അപ്പോസ്തോലനാണ് എന്നാണ്. ദൈവത്താൽ അയക്കപ്പെട്ടവൻ, ദൈവ പദ്ധതിക്ക് വേണ്ടി അയക്കപ്പെട്ടവൻ,
പിതാവാൻ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റ. പ്രവാചകന്മാരെ പറ്റി പറയുന്നത് ദ ടങ് ഓഫ് ഗോഡ് എന്നാണ്. ദൈവത്തിൻ്റെ ശബ്ദമായിരുന്നു പ്രവാചകന്മാർ. ദൈവം എന്ത് മനസ്സിൽ ആഗ്രഹിക്കുന്നു, ദൈവം എന്ത് കൽപ്പിക്കുന്നു, അത് മുൻകൂട്ടി ജനങ്ങളെ അറിയിക്കുന്നവനാണ് പ്രവാചകന്മാർ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ നാവാണ് പ്രവാചകന്മാർ. ടങ് ഓഫ് ഗോഡ് ആണ് പ്രോഫറ്റ് എന്ന് പറയുന്നത്. അതുപോലെ അയക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ആർക്കു വേണ്ടി അയക്കപ്പെട്ടു? അയച്ചവൻ്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുന്നവനാണ് അയക്കപ്പെട്ടവൻ. അവൻ്റെ ഇഷ്ടമനുസരിച്ച് പോകാനുള്ളതല്ല. ആരാണോ അയച്ചത്, ആ അയച്ചവൻ്റെ ഇഷ്ടം, ആ അയച്ചവൻ്റെ മനസ്സ്, ആ അയച്ച ആളിൻ്റെ ലക്ഷ്യം, ഇതെല്ലാം നിറവേറ്റുന്നവനാണ് അയക്കപ്പെട്ടവൻ. പിതാവാൻ ദൈവത്തിൻ്റെ ഇഷ്ടം. യേശുദമ്പുരാൻ പറഞ്ഞില്ലേ, പിതാവേ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം പോലെ തന്നെ ആകട്ടെ. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നീങ്ങിപ്പോട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമാണ്. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതായ അപ്പോസ്തോലനാണ്. ആ അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ നോക്കുവാനായിട്ടാണ് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. രണ്ടാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടെ നമുക്ക് നൽകുന്നതായ ഒരു വലിയ സന്ദേശമുണ്ട്. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ചവനോട് വിശ്വസ്തനായിരുന്നു. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ചവനായ പിതാവാൻ ദൈവത്തോട് വിശ്വസ്തനായിരുന്നു. ഒരു താരതമ്യ പഠനം. മോശയും യേശുവും. ആരാണ് മോശ? ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകൻ. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്നും അല്ലെങ്കിൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ദൈവത്താൽ നിയമിക്കപ്പെട്ടവനാണ് മോശ. ഹോറേബ് പർവ്വതത്തിൽ മുൾപ്പടർപ്പിലൂടെ മോശയോട് സംസാരിച്ചു. പ്രവാചകനായ മോശയോട് ദൈവം സംസാരിച്ചു. അത്ഭുതങ്ങളെ കാണിക്കുവാൻ തക്കവണ്ണം മോശയെ ബലപ്പെടുത്തി. ചെങ്കടലിനെ ഭാഗിക്കുവാൻ തക്കവണ്ണം ആത്മീയമായ കൃപ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ശ്രേഷ്ഠ പ്രവാചകനാണ് മോശ. ഇസ്രായേൽ മക്കൾക്കും ദൈവത്തിനും മധ്യസ്ഥനായി നിന്ന് ദൈവത്തോട് കരുണയാചിച്ച് ഇസ്രായേൽ മക്കളെ വഴി നടത്തിയവനാണ് മോശ. മാത്രമല്ല, ദൈവത്തോട് നേരിട്ട് സംസാരിച്ചവനാണ് മോശ. അവൻ ഏറ്റവും ഇസ്രായേലിൻ്റെ വലിയ പ്രവാചകനാണ്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ മോശ ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്. 3 പ്രാർത്ഥനകൾ, 3 കാര്യങ്ങളാണ് അവൻ സംസാരിക്കുന്നത്. നമുക്ക് നേരിട്ട് ആ വാക്യങ്ങളിലൂടെ കാണുവാൻ സാധിക്കും. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ 13, 15, 18. ഒന്നാമത് മോശ ദൈവത്തോട് സംസാരിക്കുക. ദൈവമേ, നിനക്ക് കൃപയുണ്ടെങ്കിൽ നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ, ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. വീണ്ടും മോശ ദൈവത്തോട് ചോദിക്കുന്നു, ദൈവമേ, തിരുസാന്നിധ്യം എൻ്റെ കൂടെ പോരണമേ, അല്ല എങ്കിൽ എന്നെ ഇവിടെ നിന്ന് അയക്കരുതേ. 3, ദൈവമേ, നിൻ്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ. 18-ാം വാക്യം. ദൈവം തമ്പുരാൻ പറയുന്നു, നീ ആ പാറമേൽ മറഞ്ഞു നിന്നാൽ എൻ്റെ തേജസ്സിൻ്റെ പിൻഭാഗം കാണും. അപ്പോൾ ആരാണ് മോശ? ദൈവത്തോട് സംസാരിച്ചവൻ, ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പിൻഭാഗം കണ്ടവൻ, ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം മോശയെപ്പോലെ വേറൊരു പ്രവാചകനില്ല. ദൈവം കഴിഞ്ഞാൽ അവർക്ക് മോശയാണ്. അത്രമാത്രം ഒരതുല്യമായ സ്ഥാനമാണ് മോശയ്ക്ക് അവിടെ ഉള്ളത്. ആ യഹൂദമായ വിശ്വാസത്തിൻ്റെ മധ്യത്തിലാണ് ഇവിടെ എബ്രായ ലേഖനകർത്താവ് യഹൂദന്മാരോട് പറയുന്നത്, യേശു മോശയേക്കാൾ വലിയവനാണ്. ഇതുവരെയും യഹൂദന്മാർ ധരിച്ചു വച്ചിരുന്നത്, അവർ വിശ്വസിച്ചിരുന്നത്, ദൈവം കഴിഞ്ഞാൽ ഈ ഭൂമിയിലുള്ള ഏറ്റവും വലിയ പ്രവാചകൻ മോശയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും യേശു തമ്പുരാനോട് യഹൂദന്മാർ പറഞ്ഞു, മോശ ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്, മോശ മരുഭൂമിയിൽ ഞങ്ങൾക്ക് മന്നാ തന്നു, നീ എന്ത് അത്ഭുതമാണ് കാണിക്കുന്നത്? അവൻ പാറയെ പിളർന്ന് വെള്ളം തന്നു.
മരുഭൂമിയിൽ മന്നായും കാടപ്പക്ഷിയും നൽകി. അവൻ ഇസ്രായേൽ മക്കളെ ചെങ്കടലിലൂടെ വഴി നടത്തി. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചവനാണ്. മാത്രമല്ല, ഇസ്രായേൽ മക്കളെ ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം 10 കൽപ്പനകൾ ദൈവം കൊടുത്തത് മോശ എന്ന പ്രവാചകനിലൂടെയാണ്, സീനായി മലയിൽ. അപ്പോൾ അത്രമാത്രം അത്യുന്നതമായ ഒരു പദവിയിലാണ് യഹൂദന്മാരുടെ മനസ്സിലും വിശ്വാസത്തിലും മോശ എന്ന പ്രവാചകൻ. അവിടെയാണ് അവരോട് പൗലോസ്ലീഹ പറയുന്നത്, യേശു തമ്പുരാൻ മോശയേക്കാൾ വലിയവനാണ്. അതിനൊരു ഉദാഹരണം ഇവിടെ എബ്രായ ലേഖനകർത്താവ് പറയുന്നത് ഇപ്രകാരമാണ്. എന്താണ് ആ ഉദാഹരണമെന്ന് നോക്കാം. 3-ാം വാക്യം, ഭവനത്തെക്കാളും ഭവനം നിർമ്മിച്ചവന് അധികം ബഹുമാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനാണെന്ന് എണ്ണിയിരിക്കുന്നു. ഏതു ഭവനവും നിർമ്മിക്കുവാൻ ഒരുവൻ വേണം, സർവവും നിർമ്മിച്ചവൻ ദൈവം തന്നെ. പിന്നീട് അരുളി ചെയ്യുവാനിരുന്നവയുടെ സാക്ഷ്യത്തിനായി അവൻ്റെ ഭവനത്തിലൊക്കെയും മോശ ദാസനെ പോലെ വിശ്വസ്തനായിരുന്നു. ദാസനെ പോലെ വിശ്വസ്തനായിരുന്നു. ദൈവത്തിൻ്റെ ഭവനത്തിലെ ദാസൻ അല്ലെങ്കിൽ ഭൃത്യൻ ആയിരുന്നു. യേശു മോശയേക്കാൾ ശ്രേഷ്ഠനെന്ന് പറയുമ്പോൾ ആരാണ് യേശു, ആരാണ് മോശ? മോശയെപ്പറ്റി പറയുന്നത് ദൈവത്തിൻ്റെ ഭവനത്തിലെ വിശ്വസ്ത ഭൃത്യനായിരുന്നു മോശ. യജമാനനല്ല, ഭവനത്തിൻ്റെ ഉടമസ്ഥനല്ല, അവിടുത്തെ ഭൃത്യൻ. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്, ഭവനത്തിൽ മോശ ദാസനെ പോലെ വിശ്വസ്തനായിരുന്നു. 5-ാമത്തെ വാക്യം. അപ്പോൾ ദൈവത്തിൻ്റെ ഭവനത്തിലെ വിശ്വസ്ത ദാസൻ, അവിടെ പറയുന്നത് ഗ്രീക്ക് ഭാഷയിൽ ഭൃത്യൻ എന്നുള്ള ഗ്രീക്ക് പദമെന്ന് പറയുന്നത് തെറാപ്പോൺ എന്നാണ്. തെറാപ്പോൺ ഭൃത്യൻ. എന്നാൽ ദാസൻ എന്ന് പറഞ്ഞാൽ ഡൂലോസ്. അപ്പോൾ ദൈവത്തിൻ്റെ ഭവനത്തിലെ ഒരു ദാസൻ, ഒരു ഭൃത്യൻ, അത് മാത്രമായിരുന്നു മോശ. എന്നാൽ യേശുവോ, യേശു ആ ഭവനത്തിൻ്റെ ഉടമസ്ഥനാണ്. അവൻ ദൈവമാണ്. അവൻ ദാസനല്ല, അവൻ ഭൃത്യനല്ല, അവൻ്റെ ഭവനമാണത്. ദൈവത്തിൻ്റെ ഭവനം, അതിൻ്റെ ഉടമസ്ഥനാണ് യേശു തമ്പുരാൻ. എന്നാൽ മോശ ആ ഭവനത്തിലെ വിശ്വസ്ത ഭൃത്യനായിട്ട്. അപ്പോൾ വിശ്വസ്ത ഭൃത്യൻ വേറെ, യജമാനൻ വേറെ. ഭവനത്തിൻ്റെ ഉടമസ്ഥനാണ് യജമാനൻ. യേശു തമ്പുരാൻ ഒരു ഉപമ പറയുന്നുള്ളത്, തൻ്റെ മുന്തിരിത്തോട്ടം കാവൽ ചെയ്യാനായി ആളുകളെ ഏൽപ്പിച്ചു. അവൻ പ്രവാചകന്മാരെയൊക്കെ വിട്ടു, പക്ഷേ അവർ അവനെ കൊന്നുകളഞ്ഞു. എന്നാൽ അവസാനം സ്വന്തം പുത്രനെ തന്നെ അയച്ചു, അവരും അവനെ കൊന്നുകളഞ്ഞു. അപ്പോൾ ദാസന്മാർ വേറെ, പുത്രൻ വേറെ. അപ്പോൾ ഇവിടെ ക്രിസ്തു ഭവനത്തിൻ്റെ ഉടമയായിരുന്നു, മോശ ഭവനത്തിലെ ഭൃത്യനായിരുന്നു. ഒരംഗമെന്ന നിലയിൽ മോശ ദൈവഭവനത്തിലെ ഒരു ഭൃത്യനായിരുന്നു. എന്നാൽ ആ ദൈവഭവനത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു ക്രിസ്തു. അതുകൊണ്ടാണ് പറഞ്ഞത് മോശയേക്കാൾ ഉന്നതനാണ്, അവനേക്കാൾ വലിയവനാണ് ക്രിസ്തു തമ്പുരാൻ, പുത്രൻ തമ്പുരാൻ. കാരണം ക്രിസ്തു ദൈവഭവനത്തിൻ്റെ ഉടമസ്ഥനാണ്, മോശ ഭൃത്യൻ മാത്രമാണ്. എന്നിട്ട് പറയുകയാണ്, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ഭവനമാണ്. ഈ കർത്താവിൻ്റെ സഭ ദൈവത്തിൻ്റെ ഭവനമാണ്. ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെ ഭവനമാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ കോരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറഞ്ഞു, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. അപ്പോൾ ദൈവം നമ്മിൽ വസിക്കുന്നു. ക്രിസ്തു നമ്മിൽ വസിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഭവനമായി തീരുന്നു. കാരണം ഭവനത്തിൻ്റെ ഉടമസ്ഥനാണ് ക്രിസ്തു തമ്പുരാൻ. ആ ഭവനത്തിൽ ക്രിസ്തുവാകുന്ന തലയാകുന്ന സഭയിലെ അവയവങ്ങളാണ് ഞാനും നിങ്ങളും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ക്രിസ്തുവാകുന്ന തലയാകുന്ന സഭയുടെ അവയവങ്ങളാണ് ഞാനും നിങ്ങളും. അപ്പോൾ നമ്മൾ ക്രിസ്തുവാകുന്ന സഭയുടെ ഭാഗമാണ്, ദൈവത്തിൻ്റെ ഭവനത്തിലെ അംഗമാണ്, ദൈവത്തിൻ്റെ ഭവനത്തിലെ ശരീരത്തിൻ്റെ ഒരു അവയവമാണ്. അപ്പോൾ ക്രിസ്തു എന്നിൽ വസിക്കുന്നു, ഞാൻ അവനിൽ വസിക്കുന്നു. ക്രിസ്തു എന്നിൽ വസിക്കുമ്പോൾ ഞാനും
ദൈവത്തിൻ്റെ ഭവനമാകുന്നു. അങ്ങനെ ക്രിസ്തു ഞാനും തമ്മിലുള്ള പരസ്പര ബന്ധം, ഈ കൈകൾ ഈ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുന്ന പോലെ, ഈ വിരലുകൾ ഈ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുന്ന പോലെ, ഈ കണ്ണ് ഈ കാതൊക്കെ ഈ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുന്ന പോലെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് ഞാനും നിങ്ങളും. അപ്പോൾ നാം ക്രിസ്തു ഭവനത്തിലാണ്, ക്രിസ്തുവിൻ്റെ ഭവനമാണ് നമ്മൾ. ആ ക്രിസ്തുവിൻ്റെ ഭവനത്തിൽ അനുഗ്രഹീതമായ ഒരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ഞാനും എൻ്റെ കർത്താവിൻ്റെ തിരുശരീരത്തിൽ അനുഭവിക്കുമ്പോൾ അവൻ എന്നിലാകുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി ആ ക്രിസ്തുവിൽ വളരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.